സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. PSC പരീക്ഷകളിലാണെങ്കിലും അതുപോലെ മറ്റ് പരീക്ഷകളിലാണെങ്കിലും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ടോപ്പിക് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് പല രീതിക്ക് വരാറുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. അതുപോലെ ഡയറക്റ്റ് ഒരു ഡിഗ്രിയിൽ തന്നിട്ട് അതിനെ മറ്റൊരു ഡിഗ്രികളിലോട്ട് മാറ്റി പറയാൻ വേണ്ടി പറയാറുണ്ട്. അതുപോലെ തെറ്റ് കണ്ടെത്താൻ വേണ്ടി പറയുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ചോദ്യം തന്നിട്ട് അതിൻ്റെ ശരിയായ രൂപങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ രൂപം കണ്ടെത്താൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാറുണ്ട്. ഗ്രാമർ ടോപ്പിക്ക് പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് PSCയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. നമുക്ക് 3 ഡിഗ്രിയാണുള്ളത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെ 3 ഡിഗ്രികളാണ് ഉള്ളത്. നിങ്ങൾക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നൂടെ, ഒരു 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 ചോദ്യം തരുന്നു. ആ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് കുറിച്ച് വയ്ക്കണം. 5 ചോദ്യം നിങ്ങൾ ആ ചോദ്യം ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ വായിച്ച് അത് ഓപ്ഷനും എഴുതിയെടുത്ത് ഓപ്ഷൻ വായിച്ചിട്ട് അതിലേത് ഓപ്ഷൻ വരും എന്ന് എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വയ്ക്കുക. അറിഞ്ഞൂടാ, ടോപ്പിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ആരും കളയരുത്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടല്ലോ, 4 ഓപ്ഷനിൽ ഏത് ഉത്തരമാണ് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് അതൊന്ന് കുറിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പിക്ക് മൊത്തം പഠിക്കും. പഠിച്ചതിന് ശേഷം നമ്മൾ എഴുതിയ ഉത്തരം നിങ്ങൾ തന്നെ വിലയിരുത്തും. ശരിയാണോ തെറ്റാണോ? തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ തെറ്റായ കുട്ടികൾക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ശരിയാക്കിയെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പം നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ്, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. നമുക്ക് ആ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടാനാണ് അങ്ങനെ ഒരു രീതി. അപ്പം നിങ്ങളെല്ലാവരും ആ ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് എഴുതിയെടുക്കുക. ചോദ്യം വരുമ്പോൾ പൗസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുക്കുക. അതിൽ ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം ഏത് ഓപ്ഷനാണെന്ന് എല്ലാവരും എഴുതണം. അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ചോദ്യം എഴുതി വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാവരും ഉത്തരം എഴുതുക. തെറ്റിപ്പോട്ടെ, സാരമില്ല, തെറ്റിപ്പോട്ടെ. നമ്മൾ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികളെ, നമ്മളും എന്ത് ചെയ്യും, നേരെ തിരിച്ച് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ അപ്പോഴും പറഞ്ഞു തരും. ഉത്തരങ്ങൾ ഇപ്പോൾ പറയില്ല, അപ്പോഴും പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. ചോദ്യം നോക്കിയേ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ടാഗോർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ചോദ്യം ഇതാണ്. ടാഗോർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. കൺവേർട്ട് ഇൻ ടു കമ്പാരറ്റീവ് ഡിഗ്രി. ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ കമ്പാരറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ, രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. നാലാമത്തത് ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഉത്തരം ഒന്ന് എഴുതി വെച്ചേ. ചോദ്യം ഒന്നും എല്ലാവരും എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി വെച്ചേ. നിങ്ങൾ ചോദ്യവും അതിൻ്റെ ചേഞ്ചിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് എഴുതിയിട്ട് ഇതിൽ ഏത് ആൻസർ ആണെന്ന് വായിച്ചു നോക്കിയിട്ട് ആ ആൻസർ ഒന്ന് A ആണോ B ആണോ C ആണോ എന്ന് കുറിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാൽ കുട്ടികളെ. അടുത്ത ചോദ്യം ഉത്തരം നമുക്ക് ലാസ്റ്റ് പറയാം, നമുക്ക് തിരിച്ചു വന്നിട്ട് പറയാം. ലാറ, രണ്ടാമത്തെ ചോദ്യമാണ്. ലാറ ഈസ് ടോളർ ദാൻ സച്ചിൻ. ലാറ ഈസ് ടോളർ ദാൻ സച്ചിൻ. ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? സച്ചിൻ ഈസ് നോട്ട് സോ ടോൾ ആസ് ലാറ. ഓപ്ഷൻ ബി ആണെങ്കിലോ സച്ചിൻ ഈസ് നോട്ട് ആസ് ടോൾ ആസ് ലാറ. ഓപ്ഷൻ ബി ആണെങ്കിലോ ലാറ ഈസ് ആസ് ടോൾ ആസ് സച്ചിൻ. ഓപ്ഷൻ ഡി സച്ചിൻ ആർ ആസ് ടോൾ ആസ് ലാറ. വായിച്ചിട്ട് ഒന്ന് ഉത്തരം ഒന്ന് എഴുതി നോക്കിയേ എല്ലാവരും. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കിയേ കുട്ടികളെ. മൂന്നാമത്തെ ചോദ്യം. കൽക്കട്ട യൂണിവേഴ്സിറ്റി ഈസ് ഓൾഡർ ദാൻ. കൽക്കട്ട യൂണിവേഴ്സിറ്റി ഈസ് ഓൾഡർ ദാൻ ഡാഷ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഡാഷ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഓപ്ഷനിൽ ഓൾ അതർ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഓൾ ദി അതർ ഉണ്ട്. മൂന്നാമത്തെ ആളുണ്ട്. നാലാമത്തത് എവരി അതർ ഉണ്ട്. ആൾ അതർ,
all the other, all, every other. അടുത്ത ചോദ്യം നോക്കിയേ സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ. സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ. ടു ഉണ്ട്, മോർ ദാൻ ഉണ്ട്, ദാൻ ഉണ്ട്, ബെറ്റർ ദാൻ ഉണ്ട്. ഏതാണ് ഉത്തരം? ഒന്നൊന്ന് കമന്റ് ചെയ്ത് ഒന്ന് എഴുതി വെച്ച് നോക്കിയേ. ചോദ്യം എഴുതി ഒന്ന് ഉത്തരം എഴുതി നോക്കിയേ എല്ലാവരും. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഹാവ് ഡാഷ് പെൻസ്. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. മെനി ഉണ്ട്, ലെസ് ഉണ്ട്, അതുപോലെ ഫ്യൂവർ ഉണ്ട്, മച്ച് ഉണ്ട്. മെനി, ലെസ്, ഫ്യൂവർ, മച്ച്. ഏതാണെന്നൊന്ന് എഴുതി നോക്കിയ എല്ലാവരും. നോക്കിയോ കുട്ടികളെ, ഇത് 5 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? 5 ചോദ്യങ്ങൾ എഴുതി അത് കഴിഞ്ഞിട്ട് ആൻസർ നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാറ്റി വയ്ക്കുക. നമ്മൾ ടോപ്പിക്ക് നോക്കുന്നു. ഇനി നമ്മൾ ടോപ്പിക്ക് വളരെ ഭംഗിയിൽ തന്നെ പഠിച്ചെടുക്കും. നിങ്ങൾ എന്നോടൊപ്പം ഉറച്ച് പറഞ്ഞ് തന്നെ പഠിക്കണം. ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം ഉറച്ച് പറയുക. നോട്ട് എന്നോടൊപ്പം കുറിച്ചെടുത്ത് തന്നെ പഠിച്ചു പോകണം. നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. കണ്ടുകൊണ്ടിരിക്കരുത്. നോട്ട് എഴുതിയെടുത്ത് എല്ലാവരും പഠിക്കുക. അപ്പോഴേക്കും നമ്മൾ നോട്ട് എഴുതി ഇത് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളും ഞാൻ പറയുന്ന എക്സാമ്പിൾസും കുറിച്ച് എഴുതി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ടോപ്പിക്ക് ക്ലിയർ ചെയ്യും. ചുമ്മാ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നോട്ട് നിങ്ങളുടെ കയ്യിലായിരിക്കണം. നോക്കിയേ, എഴുതിയേ നോക്കുക. നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് പറയുന്നത്. നമുക്ക് 3 ഡിഗ്രിയാണുള്ളത്. ഒന്നാമത്തെ പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത്തെ കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എത്ര ഡിഗ്രി ഉണ്ട് കൂട്ടല്ലേ? 3 ഡിഗ്രീസ് ആണ് ഉള്ളത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ ടെക്സ്റ്റുകളിൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് വരുന്നതിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക് എടുത്ത് പറയാറുണ്ട് സിലബസിലൊക്കെ. ചിലതിൽ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന ടോപ്പിക്ക് വരാം. അങ്ങനെ വരുന്ന ടോപ്പിക്ക് ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഇന്റർചേഞ്ചിങ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കുകൾ ചിലതിൽ കാണാറുണ്ട്. അതിനകത്ത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കുട്ടികളെ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ? അത് ആദ്യം ഒന്ന് പറഞ്ഞാണ്. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? അതായത് ഒരു സെന്റൻസിനെ നമുക്ക് 3 രീതിക്ക് പറയാം. ഒരു സെന്റൻസിനെ നമുക്ക് എത്ര രീതിക്ക് പറയാം? 3 തരത്തിൽ മാറ്റി മാറ്റി പറയാം. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്. ഇപ്പോൾ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ഇപ്പോൾ അരുണിമ എന്ന് പറയുന്ന ഒരു കുട്ടി, അദ്ദേഹം പഠിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി കുട്ടികളെ? പോസിറ്റീവ് ഡിഗ്രി ആയിട്ട് മാറി. അരുണിമ പഠിക്കുന്ന ആളാണ്. ഇനി ഞാൻ ആ സെന്റൻസിൽ തന്നെ മാറ്റി പറയാണ്. അരുണിമ രാജുവിനേക്കാളും പഠിക്കുന്ന ആളാണ്. ഒരാളുമായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രി എന്തെന്ന് പറയുന്നു? കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി അരുണിമയാണ് ക്ലാസ്സിൽ ഏറ്റവും മികച്ചു പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ വരും. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരു സെന്റൻസ് തന്നിട്ട് ഒരു പോസിറ്റീവ് ഡിഗ്രി ഒരു സെന്റൻസ് തന്നെ അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം ഏത്, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം ഏത്, ഇന്റർചേഞ്ചിങ് ഡിഗ്രീസ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റ് കണ്ടെത്തുക എന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ശരിയായ സെന്റൻസ് ഏത് എന്ന് കണ്ടെത്തുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പോസിറ്റീവ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നു, കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നു, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നു. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ്, ഈ 3 ഡിഗ്രികൾക്ക് വേണ്ടിയിട്ട് ഓരോ ഡിഗ്രിക്കും ഓരോ ഇക്വേഷൻ പഠിക്കുന്നു. അതായത് പോസിറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ. അങ്ങനെ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചെടുക്കുന്നു. 3 ഇക്വേഷൻസ് വെച്ചിട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ തന്നിട്ട് അതിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രീൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ സെന്റൻസ് ഒന്ന് എഴുതുക. പോസിറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക? സെന്റൻസ് ഒന്ന് എഴുതുക. ഇനി പോസിറ്റീവ് തന്നിട്ട് അതിനെ സൂപ്പർലേറ്റീവിലോട്ടോ കമ്പാരിറ്റീവിലോട്ടോ മാറ്റാൻ പറഞ്ഞാൽ കമ്പാരിറ്റീവിൻ്റെയോ സൂപ്പർലേറ്റീവിൻ്റെയോ ഇക്വേഷൻ വെച്ചിട്ട് അങ്ങ് എഴുതുക. എത്രയുള്ള കാര്യം. പോസിറ്റീവ് ഡിഗ്രി ഒരു സെന്റൻസ് വന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പറഞ്ഞാൽ ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി, ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പം 3 ഡിഗ്രി. അപ്പോൾ ഈ 3 ഡിഗ്രിയിലും ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ കുട്ടികളെ മാറി വരുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അഡ്ജക്റ്റീവുകളാണ്. അപ്പോൾ എന്താണ് ഈ അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? നാമത്തിൻ്റെ വിശേഷണം പറയുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. നാമത്തിൻ്റെ വിശേഷണം പറയുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് അഡ്ജക്റ്റീവ്. അപ്പോൾ ഈ 3 ഡിഗ്രികളിലും മാറി വരുന്ന ഒരേ ഒരു വാക്ക് അഡ്ജക്റ്റീവ് മാത്രമാണ്. പോസിറ്റീവ് ഡിഗ്രിയിൽ അഡ്ജക്റ്റീവ് എങ്ങനെ എഴുതാം, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെ അഡ്ജക്റ്റീവ് എഴുതാം, അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെ അഡ്ജക്റ്റീവിന് എഴുതാം. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് എഴുതുന്ന രീതി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പോസിറ്റീവ് ഡിഗ്രിയിൽ അഡ്ജക്റ്റീവിനെ മാറ്റി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും, കമ്പാരിറ്റീവിലോട്ട് എഴുതാൻ പറഞ്ഞാൽ മാറ്റി എഴുതാൻ പറ്റും. ബാക്കിയെല്ലാം ഇക്വേഷൻ അനുസരിച്ച് അങ്ങ് എഴുതി പോയാൽ മതി. ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ 3 ഡിഗ്രിയിൽ മാറ്റി മാറ്റി എഴുതുന്നത്.
ഇപ്പോൾ സൂപ്പർലേറ്റീവ് കിടക്കുന്ന അഡ്ജക്റ്റീവിനെ പോസിറ്റീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അഡ്ജക്റ്റീവുകൾ എങ്ങനെ നമുക്ക് 3 ഡിഗ്രികളിൽ എഴുതാം നോക്കിയാണ്. പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ഉണ്ട്, കമ്പാരറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. ഇപ്പൊ എന്താണ് ഈ അഡ്ജക്റ്റീവ്? നാമത്തിന്റെ വിശേഷണം പറയുന്ന വാക്ക്. ക്വാളിറ്റി ഓർ എ ക്വാണ്ടിറ്റി ഓഫ് നൗൺ ഈസ് നോൺ ആസ് അഡ്ജക്റ്റീവ്. അപ്പം ക്ലവർ, ബിഗ്, സ്മോള്, ലാർജ്, വണ്ടർഫുള്ള്, യങ്, ഹോട്ട്, കോൾഡ് എല്ലാം അഡ്ജക്റ്റീവുകളാണ്. നോക്കട്ടോ, പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോണം. അഡ്ജക്റ്റീവ് മാറ്റമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. അതായത് ക്ലവർ എന്നോ ബ്യൂട്ടിഫുൾ എന്നോ ഹാൻസം, വണ്ടർഫുൾ, ബിഗ്, സ്മോള് ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവ് യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവുകൾ യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഈ തന്നിരിക്കുന്ന പോസിറ്റീവ് ഡിഗ്രീനെ ER-ൽ അവസാനിപ്പിക്കുകയോ അങ്ങനെ കിട്ടിയില്ല എങ്കിൽ മോറിൽ തുടങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എന്ത് ഡിഗ്രി? കമ്പാരറ്റീവ് ഡിഗ്രി. ER-ൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവുകളെല്ലാം എന്ത് ഡിഗ്രിയാണ് കുട്ടികളെ? കമ്പാരറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടെത്താൻ കുട്ടികളെ? EST-ൽ അവസാനിക്കുന്നതോ അങ്ങനെയല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവിനെയല്ല നമുക്ക് എന്തെന്ന് പറയാം? സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. EST-ൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവുകൾ നമ്മൾ പറയുന്ന പേര് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു? അഡ്ജക്റ്റീവ് യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. കമ്പാരറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാലോ ER-ൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് എല്ലാം കമ്പാരറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിലോ EST-ൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവുകള് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ എങ്ങനെ അഡ്ജക്റ്റീവിനെ മാറ്റി എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്, കമ്പാരറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. മാറ്റമില്ലാത്ത അഡ്ജക്റ്റീവ് പോസിറ്റീവ് ഡിഗ്രി. ER-ൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് കമ്പാരറ്റീവ് ഡിഗ്രി. EST-ൽ അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് സൂപ്പർലേറ്റീവ്. നോക്കിയേ പറഞ്ഞേ, ബിഗിന്റെ 3 രൂപം പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞേ. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ബോൾഡ് ആണെങ്കിലോ ബോൾഡ്, ബോൾഡർ, ബോൾഡസ്റ്റ്. ബോൾഡ്, ബോൾഡർ, ബോൾഡസ്റ്റ്. ബ്രേവ് ആണെങ്കിലോ കൂട്ടില്ലേ ബ്രേവ്, ബ്രേവർ, ബ്രേവസ്റ്റ്. ക്ലവർ ആണെങ്കിലോ ക്ലവർ, ക്ലെവറർ, ക്ലെവർസ്റ്റ്. കോൾഡ് ആണെങ്കിലോ കോൾഡ്, കോൾഡർ, കോൾഡസ്റ്റ്. കോസ്റ്റ്ലി ആണെങ്കിലോ കോസ്റ്റ്ലി, കോസ്റ്റ്ലിയർ, കോസ്റ്റ്ലിയസ്റ്റ്. ഓക്കെ, ഏർലി ആണെങ്കിലോ ഏർലി, ഏർലിയർ, ഏർലിയസ്റ്റ്. അടുത്ത് നോക്കിയേ, ഈസി ആണെങ്കിലോ ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. അടുത്ത് നോക്കിയേ, ഗ്രേറ്റ് ആണെങ്കിലോ ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. ഹാപ്പി ആണെങ്കിലോ ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. കിട്ടുമല്ലോ. ER-ൽ അവസാനിക്കുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ മോറിൽ തുടങ്ങുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി. EST-ലോ മോസ്റ്റിലോ തുടങ്ങുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അടുത്ത് നോക്കിയേ, ഹോട്ട് ആണെങ്കിലോ ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. ലോങ് ആണെങ്കിലോ ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്. ലോങ്, ലോങ്ങർ, ഹോട്ടസ്റ്റ് അല്ല ലോങ്ങസ്റ്റ് കേട്ടോ. ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്. ഓക്കെ, അടുത്തതാണെങ്കിൽ സ്മോൾ ആണെങ്കിലോ കൂട്ടില്ല സ്മോള്, സ്മോള്, സ്മോളർ ആണേ. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് എഴുതുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രി മാത്രം എഴുതിയിട്ട് കമ്പാരറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും സ്വന്തമായിട്ട് എഴുതി നോക്കണം. പോസിറ്റീവ് ഡിഗ്രീസ് മാത്രം എഴുതിയെടുത്തിട്ട് പൗസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ കമ്പാരറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും സ്വന്തമായിട്ട് എഴുതി നോക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ ബാക്കി കാര്യം നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ എഴുതിയത് ശരിയാണോന്ന്. അടുത്ത് നോക്കുക, ഷോർട്ട് ആണെങ്കിലോ ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ് ആണേ. സ്മോള്, സ്മോളർ, സ്മോളസ്റ്റ്. അതേപോലെ ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. അടുത്താണെങ്കിലോ വൈസ്, വൈസർ, വൈസസ്റ്റ്. വൈസ്, വൈസർ, വൈസസ്റ്റ്. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ബ്യൂട്ടിഫുൾ ആണെങ്കിലോ
ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓണസ്റ്റ് ആണെങ്കിലോ മോർ ഓണസ്റ്റ്, മോസ്റ്റ് ഓണസ്റ്റ്. ഓണസ്റ്റ്, മോർ ഓണസ്റ്റ്, മോസ്റ്റ് ഓണസ്റ്റ്. കറേജിയസ് ആണെങ്കിലോ മോർ കറേജിയസ്, മോസ്റ്റ് കറേജിയസ്. കറേജിയസ്, മോർ കറേജിയസ്, മോസ്റ്റ് കറേജിയസ്. ഇനി അടുത്ത ഡിഫിക്കൽട്ട് ആണെങ്കിലോ മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇപ്പം പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്, മാറ്റമില്ലാത്ത അഡ്ജക്റ്റീവുകൾ, കമ്പാരിറ്റീവ് ഡിഗ്രി ER അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതായിട്ടുള്ള അഡ്ജക്റ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി EST അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവുകൾ. അടുത്ത് നോക്കിയേ, എഫക്റ്റീവ് ആണെങ്കിലോ മോർ എഫക്റ്റീവ്, മോസ്റ്റ് എഫക്റ്റീവ്. എഫക്റ്റീവ്, മോർ എഫക്റ്റീവ്, മോസ്റ്റ് എഫക്റ്റീവ്. യൂസ്ഫുൾ ആണെങ്കിലോ മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ. യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ. ഇനി വണ്ടർഫുൾ ആണെങ്കിലോ കുട്ടികളെ മോർ വണ്ടർഫുൾ, മോസ്റ്റ് വണ്ടർഫുൾ. ഓക്കെ, വണ്ടർഫുൾ, മോർ വണ്ടർഫുൾ, മോസ്റ്റ് വണ്ടർഫുൾ. ഗുഡ് ആണെങ്കിലോ ബെറ്റർ, ഗുഡ് അല്ലെങ്കിൽ വെല്ല്. ബെറ്റർ, ബെസ്റ്റ്. നോക്കി വെച്ചോ, ഗുഡ് ഓർ വെല്ല്. അതിന്റെ എന്തോ കമ്പാരിറ്റീവ് ഡിഗ്രി ബെറ്റർ, ബെസ്റ്റ്. ബെറ്റർ, ബെസ്റ്റ്. ബാഡ് അല്ലെങ്കിൽ ഈവിൾ ആണെങ്കിലോ മോശമായിട്ടുള്ളത്, അതിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും എങ്ങനെ പറയാം? വോസ്, വോസ്റ്റ്. വോസ്, വോസ്റ്റ്. ഇപ്പൊ ബാഡ്, വോഴ്സ്, വോസ്റ്റ്. ലിറ്റിൽ ആണെങ്കിലോ ലെസ്, ലീസ്റ്റ്. ലിറ്റില്, ലെസ്, ലീസ്റ്റ്. ഫ്യൂ കൂടെ പഠിച്ചോണേ. ഫ്യൂ ആണെങ്കിലോ കൂട്ടില്ല, ഫ്യൂ ആണെങ്കിലോ ഫ്യൂ, ഫ്യൂവർ, ഫ്യൂവസ്റ്റ്. ഫ്യൂവർ, ഫ്യൂവസ്റ്റ്. അതും കൂടെ പഠിച്ചോണേ. ലിറ്റില്, ലെസ്, ലീസ്റ്റ്. ഫ്യൂ, ഫ്യൂവർ, ഫ്യൂവസ്റ്റ്. ഈ ലിറ്റിലും ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം കൂടെ പഠിച്ചോണേ. ഈ ലിറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും അൺകൗണ്ടബിൾ നൗണിന്റെ മുന്നിലാണ് ചേർക്കുന്നത് കേട്ടാ. ലിറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അൺകൗണ്ടബിൾ നൗണിന് മുന്നിലാണ് ചേർക്കുന്നത്. ഈ ഫ്യൂ എന്ന് പറയുന്നത് എപ്പോഴും കൗണ്ടബിൾ നൗണിന് മുന്നിലാണ് ചേർക്കുന്നത് കേട്ടോ. ഫ്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനു മുന്നിലാണ്? കൗണ്ട്. നിങ്ങൾക്ക് ഫില്ലിംഗ് ബ്ലാങ്ക്സ് ഒക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ ലിറ്റിലിന്റെ വകഭേദങ്ങൾ, ലിറ്റിലെന്നോ, 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 ലിറ്റില്, ലെസ്, ലീസ്റ്റ്, ഇതെല്ലാം വരുന്നത്, ഇത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ എന്തായിരിക്കണം? അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത നാമങ്ങൾ. മണി അൺകൗണ്ടബിൾ ആണ്, വാട്ടർ അൺകൗണ്ടബിൾ ആണ്, പിന്നെ ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആണ്, ഷുഗർ അൺകൗണ്ടബിൾ ആണ്, ബ്യൂട്ടി അൺകൗണ്ടബിൾ, ടൈം അൺകൗണ്ടബിൾ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. ഇനി ഫ്യൂവിന്റെ വകഭേദങ്ങൾ, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, അതേപോലെ അതിന്റെ ഡിഗ്രീസ് ആണെങ്കിലാ ഫ്യൂ, ഫ്യൂവർ, ഫ്യൂവസ്റ്റ്, ഇതൊക്കെ വരുന്നത് കൗണ്ടബിൾ നൗണിനോടൊപ്പമാണ്. കൗണ്ടബിൾ എണ്ണാൻ കഴിയുന്ന നാമങ്ങൾക്ക് മുന്നിലാണ് ഫ്യൂവിന്റെ വകഭേദങ്ങൾ വരുന്നത്. ലിറ്റിലിന്റെ വകഭേദങ്ങൾ അൺകൗണ്ടബിൾ നൗണിന് മുന്നിൽ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡാഷ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കിടക്കുന്നത്. ഇപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ദാൻ ആണ് എന്തെങ്കിലും കമ്പാരിറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് നോക്കുക, സബ്ജക്റ്റ് നോക്കുക, അത് ഒരു പെന്നെന്നോ ബുക്കെന്നോ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഫ്യൂവിന്റെ വകഭേദങ്ങൾ ഏതെങ്കിലും ആണ് ഉത്തരം വരേണ്ടത്. എന്നാൽ ഡാഷ് കഴിഞ്ഞിട്ട് മണിയെന്നോ വാട്ടർ എന്നോ നടക്കണമെങ്കിൽ ലിറ്റിലിന്റെ വകഭേദങ്ങൾ വരണം. അടുത്ത ഓൾഡ് ആണ്. ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. ഓൾഡ്, എൽഡറും എൽഡസ്റ്റും പറയാം കേട്ടോ. ഈ ഓൾഡും എൽഡറും നമ്മൾ വ്യത്യാസം പഠിച്ചോണം കേട്ടല്ലേ. ഓൾഡ് എന്ത് ചെയ്യുന്നു, അതേപോലെ എൽഡർ, ഓൾഡും എൽഡറും. ഈ ഓൾഡ്, ഓൾഡറും എൽഡറും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾഡർ എന്ന് പറയുന്നത് അതർ റിലേഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് പോകുന്ന അത് മറ്റ് ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ എൽഡർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, ബ്ലഡ് റിലേഷൻ. ഇപ്പം നമ്മളെ സഹോദരങ്ങളെ കുറിച്ചോ ബന്ധുക്കളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എൽഡറിന്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുക. അതർ റിലേഷൻ, ആ പോകുന്ന അപ്പൂപ്പൻ എൻ്റെ അപ്പൂപ്പനേക്കാളും പ്രായമുണ്ട്, അങ്ങേരുമായിട്ട് ആ പുള്ളിക്കാരനായിട്ട് നമുക്ക് രക്തബന്ധമില്ല. രക്തബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന റിലേഷനാണ് പറയുന്നതെങ്കിൽ ഓൾഡറിന്റെ നമ്മുടെ എൽഡറിന്റെ ക്ലാസിഫിക്കേഷനും, അതർ റിലേഷൻ ആണെങ്കിൽ ഓൾഡറിന്റെ ക്ലാസിഫിക്കേഷനും ഉപയോഗിക്കാം. ഓക്കെ, ഓൾഡ്, ഓൾഡർ അല്ലെങ്കിൽ എൽഡർ, ഓൾഡസ്റ്റ് അല്ലെങ്കിൽ എൽഡസ്റ്റ്. ഫാർ രണ്ടെണ്ണം പറയാറുണ്ട്. ഫാർ, ഫർദർ, ഫർദസ്റ്റ്, FARTHER പറയാറുണ്ട്. അതേപോലെ FURTHER പറയാറുണ്ട്.
ഫർദർ FARTHER പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ്, ദൂരത്തെ പറയുന്നു, ദൂരം. ഓക്കെ, അതേപോലെ ഫാർ FAR ആണ് പറയുന്നതെങ്കിൽ, അതായത് FURTHER ഫർദർ എന്നാണ് പറയുന്നതെങ്കിൽ ഡിഗ്രി, തോത് എന്ന് പറയുന്നു. ഫർദർ അടുത്തത് എന്നർത്ഥത്തിൽ പറയുന്നു. നെക്സ്റ്റ് എന്നർത്ഥത്തിൽ പറയുന്നു. എക്സ്റ്റെൻഡ് നീട്ടുക, അടുത്തത്, തോത് എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പൊ നോക്കിയേ, ഫാർ, ഫർദർ, ഫർദസ്റ്റ്. FA ആണെങ്കിൽ ഡിസ്റ്റൻസ്, ദൂരം. FUR ആണെങ്കിൽ അടുത്തത്, നെക്സ്റ്റ് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ഡിഗ്രി, തോത് എന്നർത്ഥത്തിലൊക്കെ പറയുന്നു. ഫാർ, ഫർദർ, ഫർദസ്റ്റ്. ഫാർ, ഫർദർ, ഫർദസ്റ്റ്. മറക്കല്ലേ, ഫർദർ, ഫർദസ്റ്റും, ഫർദർ, ഫർദസ്റ്റ്. മറക്കൂലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് അഡ്ജക്റ്റുകളുടെ മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആകെ ആ ഒരു വാക്ക് മാത്രമേ ഈ 3 ഡിഗ്രികളിൽ മാറ്റി നമ്മൾ എഴുതാറുള്ളൂ. ബാക്കിയൊക്കെ ഒരുപോലെ എഴുതുക. ഇപ്പൊ പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് യാതൊരു മാറ്റമില്ലാതെ എഴുതുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ERൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതായിട്ടുള്ള അഡ്ജക്റ്റീവ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ESTയിൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? നോക്കിയേ, നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ആണ് പഠിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ഡിഗ്രി ഇനി നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. നമ്മൾ പറഞ്ഞു 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പിക്ക് ക്ലിയർ ചെയ്തെടുക്കാന്ന് പറഞ്ഞു. അതിൽ പോസിറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഇക്വേഷൻ ഇപ്പൊ എന്നോട് പഠിക്കുക, എങ്ങനെ എഴുതും, എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചെടുക്കുക, ഒന്ന് കാണാതെ പഠിക്കുക, അതിന്റെ ഓർഡർ ഒന്ന് പഠിക്കുക. നോക്കിയേ, നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്. പറഞ്ഞ കുട്ടികളെ, നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് AV എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് പറഞ്ഞേ, നോ അതർ സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ്. സോ അല്ലെങ്കിൽ അസ്, ബ്രാക്കറ്റിനകത്ത് സോ ഓർ അസ്. അതിന്റെ അർത്ഥം ഒന്നുകിൽ സോ എഴുതാം അല്ല എങ്കിൽ അസ് എഴുതാം. സോ അല്ലെങ്കിൽ അസ്. PD മീൻസ് പോസിറ്റീവ് ഡിഗ്രി. അവിടെയാണ് അഡ്ജക്റ്റീവിനെ മാറ്റി എഴുതേണ്ടത്. ഇപ്പൊ ടാളർ എന്നാണ് കിടക്കുന്നത്, ഇവിടെ എഴുതുമ്പോൾ എന്തായിട്ട് കൊടുക്കണം കുട്ടികളെ? എന്താന്ന് കൊടുക്കണം? ടാളെന്ന് കൊടുക്കണം. എന്ത് ചെയ്യുന്നൂടെ? ബിഗ്ഗർ ആണ് കിടക്കുന്നെങ്കിലാ ഇവിടെ എന്തെന്ന് എഴുതണം? ബിഗ് എന്ന് എഴുതണം. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് കിടക്കുന്നെങ്കിൽ ഇവിടെ എന്താ എഴുതണം കുട്ടികളെ? ബ്യൂട്ടിഫുൾ എന്ന് എഴുതണം. അത്രേ ഉള്ളൂ കാര്യം. അസ് ചേർക്കുക, വീണ്ടും ഒരു അസ് ചേർക്കുക. ഫസ്റ്റ് പാർട്ട് പറഞ്ഞാണ് കുട്ടികളെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ് പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. ഒരു തവണ കൂടെ പറഞ്ഞേ, നോ അതർ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് സോ അല്ലെങ്കിൽ അസ്. ഒന്നുകിൽ സോ എഴുതുക അല്ലെങ്കിൽ അസ് എഴുതുക, രണ്ടിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ അഡ്ജക്റ്റീവിനെ പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആയിട്ട് എഴുതുക, വീണ്ടും ഒരു അസ് ചേർക്കുക, ഫസ്റ്റ് പാർട്ട് എഴുതുക. അപ്പോൾ നമുക്ക് അറിയാം, ഒരു സെന്റൻസ് തരുന്നു കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ സെന്റൻസ്, അതിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചേർക്കുക? നോ അതറിൽ തുടങ്ങുക. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് എഴുതണം. എന്താണ് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ, ഞാനിപ്പോൾ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് തന്നിരിക്കുന്ന ഓക്സിലറി അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക, ആ സെന്റൻസിൽ കിടക്കുന്നത്. അതിൻ്റെ സോ അല്ലെങ്കിൽ അസ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്ക് എടുത്ത് എഴുതുക. പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആയിട്ട് മാറ്റി എഴുതുക. ഇപ്പോൾ ടോളർ എന്നാണ് കിടക്കുന്നത്, ടോളാക്കി മാറ്റുക, വീണ്ടും ഒരു അസ് ചേർക്കുക, ഫസ്റ്റ് പാർട്ട് എഴുതുക. നിങ്ങൾക്ക് ഇതിൽ അറിഞ്ഞുകൂടാത്ത എന്തൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് പറഞ്ഞുകൂടാ, സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പറഞ്ഞോളൂ. പഠിച്ചേ, ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാലും സെക്കൻഡ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാലും ഇത്രയേ ഉള്ളൂ കാര്യം. തന്നിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ആ സെന്റൻസിലെ സബ്ജക്റ്റിന് പറയുന്ന പേരാണ് ഫസ്റ്റ് പാർട്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെന്റൻസിന് തുടക്കത്തിൽ കിടക്കുന്ന വാക്ക്. ആരെ അല്ലെങ്കിൽ എന്തിനേയും ചോദിച്ചാൽ ഉത്തരം നൽകുന്ന വാക്കാണ് സബ്ജക്റ്റ്. തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് പറയുന്ന പേര് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ എന്താണ് ഈ സെക്കൻഡ് പാർട്ട്? അതിനകത്ത് രണ്ടാമതൊരു സബ്ജക്റ്റ് കിടപ്പുണ്ടായിരിക്കും. ആ സബ്ജക്റ്റ് അല്ലാണ്ട് വേറൊരു സബ്ജക്റ്റ് കിടപ്പുണ്ടായിരിക്കും. ഒരു നാമം പോലെ ഒരു നാമം കിടപ്പുണ്ടായിരിക്കും. അത് തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ വാക്കിനെയും പറയുന്ന പേര് സെക്കൻഡ് പാർട്ട്. ആ സബ്ജക്റ്റ് തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ വാക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗത്തിനും പറയുന്ന പേര് സെക്കൻഡ് പാർട്ട്. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ്, എന്താണ് ഈ എന്ത് ചെയ്യുന്നൂടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗവും. നോക്കിയ ഒരു ചോദ്യത്തിലൂടെ അത് മനസ്സിലാക്കിയെടുക്കാം. രാഹുൽ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. രാഹുൽ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. നോക്കിയാണ്ടല്ലേ, ഇതിൽ ഫസ്റ്റ് പാർട്ട് ഏത്, സെക്കൻഡ് പാർട്ട് ഏത്? നോക്കുക, രാഹുൽ എന്ന് പറയുന്നതിലെ സബ്ജക്റ്റ് അത് ഫസ്റ്റ് പാർട്ട്, ഈസ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഓക്സിലറി വെർബാണ്. ഇനി നോക്ക്, സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സ്ട്രോങ്ങസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി പാർട്ടാണ്. ഇനി രണ്ടാമതൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ഈ ബോയ്. ബോയ് തൊട്ട് ബാക്കി നിൽക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സെക്കൻഡ് പാർട്ട്. ബോയ് തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ ഭാഗത്തിന് പറയുന്ന പേര് സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞേ മനസ്സിലായ ഫസ്റ്റ് പാർട്ട്. ഇനി എല്ലാത്തിനകത്തും ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഇതുപോലെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതാണ് കാര്യം. ഫസ്റ്റ് പാർട്ട് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ്,
സെക്കൻഡ് പാർട്ട് രണ്ടാമതൊരു സബ്ജക്റ്റ് എടുപ്പുണ്ട്, അത് തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ വാക്കിനെ നമ്മൾ പറയുന്ന പേര് സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെന്റൻസുകളുടെയൊക്കെ പോസിറ്റീവ് ഡിഗ്രി എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഉണ്ടല്ലോ, അപ്പോൾ പോസിറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ ഒരു തവണയും കൂടെ ഒന്ന് എന്ത് ചെയ്യും നോക്കി പറഞ്ഞേ. നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ് പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കണ്ടെത്താൻ. ആദ്യം നോക്കി ഈ സെന്റൻസ് ഏത് ഡിഗ്രിയിലെ സെന്റൻസ് ആണ് കുട്ടികളെ നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ അഡ്ജക്റ്റീവിന്റെ പ്രത്യേകത മനസ്സിലാക്കിയാൽ നമുക്ക് ഡിഗ്രി ആണെന്ന് പറയാം. നിങ്ങൾ തന്നെ പറ കണ്ടിട്ട് ഇത് ഏത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ സെന്റൻസ് ആണ്. അപ്പോൾ ഇതിനെ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ആദ്യം എന്ത് ചേർത്ത് കൊടുക്കണം? നോ അതർ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? സെക്കൻഡ് പാർട്ട് എഴുതുക. തന്നിരിക്കുന്ന സെന്റൻസിലെ സെക്കൻഡ് പാർട്ട് ഒരു മാറ്റമില്ല, അത് എടുത്തങ്ങ് എഴുതി കൊടുക്കുക. ബോയ് ഇൻ ദി ക്ലാസ്. ഇവിടെ നമുക്ക് നോ അതർ എഴുതി, അതിന്റെ സെക്കൻഡ് പാർട്ട് ഏതാണ്ടേ ബോയ് ഇൻ ദി ക്ലാസ് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു? ഓക്സിലറി വെർബ് ഈസ്, അതുപോലെ എഴുതി. നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാം? സോ അല്ലെങ്കിൽ അസ്, രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്ക് എഴുതുക. നമ്മളിപ്പോൾ സോ എഴുതി, അപ്പം അസ് എഴുതിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സോ എഴുതി, അപ്പോൾ സോ. ഇനി പോസിറ്റീവ് ഡിഗ്രി സ്ട്രോങ്ങസ്റ്റിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ് കൂട്ടില്ലേ? സ്ട്രോങ്. അപ്പോൾ നമ്മൾ നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ സ്ട്രോങ്. വീണ്ടും എന്ത് ചേർക്കാൻ പറഞ്ഞു? അസ് ചേർത്തിട്ട് ഫസ്റ്റ് പാർട്ട് ഏതാണ്? രാഹുൽ. രാഹുൽ. ക്ലിയർ ആയിട്ട് പോകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു തവണയും കൂടെ ബോഡി നോക്കിയെന്ന ഇക്വേഷൻ പറഞ്ഞേ. നോ അതർ സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ് പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. ക്ലിയർ ആണല്ലോ പോസിറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ. ചോദ്യം ചെയ്ത് നോക്കാം. നോക്കിയേ, ഈ ചോദ്യത്തിന്റെ തന്നെ ഉത്തരം ആദ്യം ഒന്ന് എഴുതി നോക്കിയാണ് കുട്ടികളെ. രാഹുൽ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. നോക്ക്, ആദ്യം നോക്ക്, ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ നോ അതർ തുടങ്ങാം. നമ്മൾ ഇവിടെ എന്ത് എഴുതി? നോ അതർ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു കുട്ടികളെ? നിങ്ങൾ എന്നെ ഉറച്ചു പറഞ്ഞോണേ എല്ലാവരും എന്നോടൊപ്പം. നോ അതർ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ഏതാണ്ടേ ബോയ് ഇൻ ദി ക്ലാസ്. അതുപോലെ എഴുതി ബോയ് ഇൻ ദി ക്ലാസ്. ബോയ് ഇൻ ദി ക്ലാസ് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കുട്ടികളെ? ബോയ് ഇൻ ദി ക്ലാസ്. ഓക്സിലറി വെർബ്, ഓക്സിലറി ഏതാണ്? ഈസ്. നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സോ അല്ലെങ്കിൽ അസ്. നമ്മളിവിടെ എന്ത് ചേർത്തു? സോ ചേർത്തു. സോ. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഡിഗ്രി സ്ട്രോങ്ങസ്റ്റിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? സ്ട്രോങ്. സോ സ്ട്രോങ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാം? അസ്. ഫസ്റ്റ് പാർട്ട് ഏതാണ്? രാഹുൽ. എന്ത് കിട്ടി ഇവിടെ? നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ സ്ട്രോങ്ങസ് രാഹുൽ. പോസിറ്റീവ് ഡിഗ്രി ചേഞ്ച് ചെയ്തു. ക്ലിയർ ആണോ? അടുത്ത് നോക്കിയേ ചോദ്യങ്ങൾ, മോർ എക്സാമ്പിൾസ് നോക്കിയേ. ഒന്നാമത്തേതാണ് SBI ഈസ് ലാർജർ ദാൻ എനി അതർ ബാങ്ക് ഇൻ ഇന്ത്യ. കണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാർട്ടുകൾ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല? തെറ്റില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ തെറ്റില്ല. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞ് പോസിറ്റീവ് ഡിഗ്രി ഇക്വേഷൻ മുകളിലൊന്ന് എഴുതി വയ്ക്കാം. നമ്മളൊന്ന് കാണാതെ പറഞ്ഞേ. ആദ്യം എന്ത് ചേർക്കണം? നോ അതർ. അത് കഴിഞ്ഞ് എന്ത് ചേർക്കണം കുട്ടികളെ? നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ഓക്സിലറി വെർബ്. അത് കഴിഞ്ഞിട്ട് സോ അല്ലെങ്കിൽ അസ്. സോ ഓർ അസ്. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഡിഗ്രി PD പോസിറ്റീവ് ഡിഗ്രി. വീണ്ടും അസ് ഫസ്റ്റ് പാർട്ട്. എഴുതിയോ? ഫസ്റ്റ് പാർട്ട്. കണ്ടോ ഇതിൽ ഇക്വേഷൻ. ഇനി നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാവരും നോട്ടിൽ ചോദ്യം എഴുതിയെടുത്തിട്ട് ആൻസർ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തേ. ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി എന്നോടൊപ്പം ചെയ്തു തന്നേ. SBI എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇതേപോലെ എഴുതണേ. ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബ്. ലാർജർ എന്ന് പറയുന്നത് എന്താണ്? കമ്പാരറ്റീവ് ഡിഗ്രി. ഇനി രണ്ടാമതൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന ഭാഗം സെക്കൻഡ് പാർട്ട്. രണ്ടാമത് സബ്ജക്റ്റ് ഏതാണ് നടക്കുന്നത്? ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. ബാക്കിയൊന്നും വേണ്ട, ഇതൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് സെക്കൻഡ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രി എങ്ങനെ പറയാം? ആദ്യം എന്ത് എഴുതണം കുട്ടികളെ? നോ അതർ എഴുതണം. ഓക്കെ, നോ അതർ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? സെക്കൻഡ് പാർട്ട് ഏതാണ്ടേ? ബാങ്ക് ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്സിലറി ഏതാണ്ടേ? ഈസ് സോ. ഇനി ലാർജറിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? ഈസ് സോ ലാർജ് ആസ് ഏതാണ്? SBI. ഈസ് സോ ലാർജ് ആസ് SBI. ഇനി നിങ്ങൾ ഇവിടെ സോയ്ക്ക് പോലെ അസ് എഴുതിയാലും കുഴപ്പമില്ല, ആസ് ലാർജ് ആസ് SBI എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നോ അതർ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് സോ ലാർജ് ആസ് SBI എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ശരിയുള്ളവരെല്ലാവരും എന്നോടൊപ്പം ശരി കിട്ടുവാണേ. ശരി കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. മഞ്ജു ഈസ് ദ
മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദി ക്ലാസ്. ഇത് ഏത് ഡിഗ്രിയിലെ സെന്റൻസ് ആണ് കുട്ടികളെ? ഏത് ഡിഗ്രിയാണ്? കമ്പാരിറ്റീവ്, സോറി, നമ്മൾ അഡ്ജക്റ്റീവ് നോക്കിയാൽ മനസ്സിലാക്കാം. പോസിറ്റീവ് ഡിഗ്രി, സോറി, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നമുക്ക് മഞ്ജു എന്ന് പറയുന്നത് എന്ത് പാർട്ടാണ്? ഫസ്റ്റ് പാർട്ട്. ഈസ് എന്ന് പറയുന്നതാണെങ്കിലോ ഓക്സിലറി വെർബ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതാണെങ്കിലോ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഗേൾ ഇൻ ദി ക്ലാസ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞേ. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞേ എങ്ങനെ എഴുതാം? ആദ്യം നോ അതർ തുടങ്ങി, നോ അതർ, അത് കഴിഞ്ഞിട്ട് നോ അതർ ഗേൾ ഇൻ ദി ക്ലാസ്, നോ അതർ ഗേൾ ഇൻ ദി ക്ലാസ്, നോ അതർ ഗേൾ ഇൻ ദി ക്ലാസ് ഈസ് സോ, ഈസ് സോ ബ്യൂട്ടിഫുൾ, ഈസ് സോ ബ്യൂട്ടിഫുൾ അസ് മഞ്ജു, അസ് മഞ്ജു, അസ് മഞ്ജു. എഴുതിയോ? നോ അതർ ഗേൾ ഇൻ ദി ക്ലാസ് ഈസ് സോ ബ്യൂട്ടിഫുൾ അസ് മഞ്ജു എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. രാഹുൽ ഈസ് ദ സ്മോളസ്റ്റ് ബോയ് ഇൻ അവർ ഫാമിലി. രാഹുൽ ഈസ് ദ സ്മോളസ്റ്റ് ബോയ് ഇൻ അവർ ഫാമിലി. എങ്ങനെ പറയാം? നോക്ക്, രാഹുൽ എന്ന് പറയുന്നത് എന്ത് ഡിഗ്രി, എന്ത് പാർട്ടാണ്? ഫസ്റ്റ് പാർട്ട്. ഈസ് ഓക്സിലറി വെർബ്. സ്മോളസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. ബോയ് ഇൻ അവർ ഫാമിലി എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. സോറി, സെക്കൻഡ് പാർട്ടിൽ ഇവിടെ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. പറഞ്ഞേ, രാഹുൽ ഫസ്റ്റ് പാർട്ട്, ഈസ് ഓക്സിലറി, സ്മോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, ബോയ് ഇൻ അവർ ഫാമിലി എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞേ എങ്ങനെ എഴുതാം? നോ അതർ. അതിന്റെ സെക്കൻഡ് പാർട്ട് ഏതാണ് കുട്ടികളെ? നോ അതർ. എല്ലാവരും എന്നോടൊപ്പം എഴുതണുണ്ടോ? എഴുതി ശരിയുള്ളതെല്ലാം ശരി ഇട്ടോണേ. നോ അതർ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് പാർട്ട് ബോയ്, നോ അതർ ബോയ് ഇൻ ദി ക്ലാസ്, നോ അതർ ബോയ് ഇൻ ദി ക്ലാസ്. അതിൻ്റെ എന്ത് ചെയ്യണം? ഓക്സിലറി ഈസ്, സോ അല്ലെങ്കിൽ അസ്, രണ്ടിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. സോ സ്മോള് അസ് ഏതാണ്? രാഹുൽ, അസ് രാഹുൽ. ഈസ് സോ സ്മോൾ അസ് രാഹുൽ. നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ സ്മോൾ അസ് രാഹുൽ. എന്തായിട്ട് മാറി? പോസിറ്റീവ് ഡിഗ്രി. എളുപ്പമല്ലേ കുട്ടികളെ? വളരെ വേഗം ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. നോ അതർ സെക്കൻഡ് പാർട്ട്, ഓക്സിലറി വെർബ്, സോ അല്ലെങ്കിൽ അസ്, പോസിറ്റീവ് ഡിഗ്രി, ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. എലിഫന്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. എലിഫന്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. നോക്കിയേ, ഇതില് ദ എലിഫന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പാർട്ട്. ഓക്സിലറി ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി, പിന്നെ അതേപോലെ സ്ട്രോങ്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, ആനിമൽ ഓൺ ലാൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇനി അതിന്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതാം? നോ അതർ തുടങ്ങാൻ പറഞ്ഞു. ആദ്യം എന്ത് എഴുതണം? നോ അതർ. അത് കഴിഞ്ഞിട്ട് എന്ത് പാർട്ടാണ് കുട്ടികളെ? ഉറച്ചു പറ. സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഏതാണ്? ആനിമൽ ഓൺ ലാൻഡ്, ആനിമൽ ഓൺ ലാൻഡ്, ആനിമൽ ഓൺ ലാൻഡ്. അതിന് എന്ത് എഴുതണം? ഓക്സിലറി. ഓക്സിലറി ഏതാണ് കുട്ടികളെ? ഈസ്, ഈസ്. അത് കഴിഞ്ഞിട്ട് സോ അല്ലെങ്കിൽ അസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. സോ. പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? സ്ട്രോങ്സ്റ്റിന്റെ സ്ട്രോങ്. അസ് ഏതാണ്ടോ? എലിഫന്റ്. അസ് ദ എലിഫന്റ്, the elephant, as elephant. Okay, no other animal on land is so strong as the elephant, അല്ലെങ്കിൽ strong as elephant. ഇതാ വേണമെന്നില്ല കേട്ടോ, ഇവിടെ എന്താ വേണ്ട. the elephant അല്ലെങ്കിൽ elephant is the strongest animal on land. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. മനു ഈസ് ദ ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. മനു ഈസ് ദ ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ഒന്ന് ചേഞ്ച് ചെയ്തേ. മനു എന്ന് പറയുന്നത് എന്താണ്ടേ? ഫസ്റ്റ് പാർട്ടാണ്. ഈസ് ഓക്സിലറി വെർബാണ്. ക്ലെവറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? EST അവസാനിച്ച സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ബോയ് ഇൻ ദി ക്ലാസ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. പോസിറ്റീവ് ഡിഗ്രി പറഞ്ഞ് എങ്ങനെ എഴുതാം? അത് നോ അതർ തുടങ്ങുക. നോ അതർ, നോ അതർ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം കുട്ടികളെ? സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഏതാ? ബോയ് ഇൻ ദി ക്ലാസ്, ബോയ് ഇൻ ദ ക്ലാസ്. നോ അതർ ബോയ് ഇൻ ദി ക്ലാസ്. ഈസ് ഓക്സിലറി ഏതാണ്? ഈസ് സോ, ഈസ് സോ ക്ലവർ അസ്, ഈസ് സോ ക്ലവർ അസ്. ക്ലവർ അസ് ഏതാണ്? ഈസ് സോ ക്ലവർ അസ് മനു. ഈസ് സോ ക്ലവർ അസ് മനു. കിട്ടിയോ? നോക്ക് എങ്ങനെ കിട്ടി? നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ ക്ലവർ അസ് മനു എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? അപ്പൊ ആ പോസിറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ ഒന്ന് ഉറച്ച് എന്നോട് പറഞ്ഞ് എല്ലാവരും ഉറച്ചൊന്ന് പറഞ്ഞേ.
എന്നോടൊപ്പം പറഞ്ഞേ. നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ് പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. ഇനി എന്താണ് ഈ ഫസ്റ്റ് പാർട്ട്, എന്താണ് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഫസ്റ്റ് പാർട്ട്, തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗം, അല്ലെങ്കിൽ രണ്ടാമതൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അത് തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ ഭാഗത്തിന് പറയുന്ന പേര് സെക്കൻഡ് പാർട്ട്. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും കിട്ടിയില്ലേ? അടുത്ത് നോക്കിയാൽ കമ്പാരറ്റീവ് ഡിഗ്രി എങ്ങനെ എഴുതാം, അതിനൊരു ഇക്വേഷനും കൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. കമ്പാരറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷനാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 2 തവണ എന്നോടൊപ്പം പറയുക, പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. നോക്കിയേ, ഇക്വേഷൻ എത്രയേ ഉള്ളൂ? ഫസ്റ്റ് പാർട്ട് ഓക്സിലറി വെർബ് കമ്പാരറ്റീവ് ഡിഗ്രി. പറഞ്ഞേ, ഫസ്റ്റ് പാർട്ട് പ്ലസ് ഓക്സിലറി വെർബ് കമ്പാരറ്റീവ് ഡിഗ്രി. ഒന്നും കൂടെ പറഞ്ഞേ, ഫസ്റ്റ് പാർട്ട് ഓക്സിലറി വെർബ് കമ്പാരറ്റീവ് ഡിഗ്രി. ഇനി കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് ദാൻ എനി അതർ ഉപയോഗിക്കാം, അല്ല എങ്കിൽ ആൾ അതർ ഉപയോഗിക്കാം. ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ. നമ്മൾ നേരത്തെ സോ അല്ലെങ്കിൽ അസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒന്നെങ്കിൽ എനി അതർ അല്ലെങ്കിൽ ആൾ അതർ. ദാൻ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ എനി അതർ ഉപയോഗിക്കാം, അല്ല എങ്കിൽ ആൾ അതർ ഉപയോഗിക്കാം. പ്ലസ് സെക്കൻഡ് പാർട്ട്, പ്ലസ് സെക്കൻഡ് പാർട്ട്. ഇക്വേഷൻ പറഞ്ഞേ, ഫസ്റ്റ് പാർട്ട് ഓക്സിലറി വെർബ് കമ്പാരറ്റീവ് ഡിഗ്രി. കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് ഏതാണ്? ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്. ചെറിയൊരു പ്രത്യേകത ഉണ്ട്, 1 മാർക്കാണ്, മറക്കരുത്. നമ്മൾ പറഞ്ഞു ദാൻ എനി അതർ ഉപയോഗിക്കാം, ദാൻ ആൾ അതർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുക, 1 മാർക്ക് നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റും. നോക്കിയേ, ദാൻ എനി അതർ ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കണം. ദാൻ എനി അതർ ഉപയോഗിച്ചാൽ സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഇനി ദാൻ ആൾ അതർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആള് എല്ലാം എന്നല്ല അർത്ഥം, ആൾ അതർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റ് നമ്മൾ പ്ലൂറൽ ആക്കണം, പ്ലൂറലാക്കി ഉപയോഗിക്കണം. അപ്പോൾ പഠിച്ചേ, ദാൻ എനി അതർ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ്, ദാൻ ഓൾ അതർ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ ദാൻ എനി അതർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റ് സിംഗുലാർ, ദാൻ ഓൾ അതർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റ് എന്താക്കണം? പ്ലൂറലാക്കണം. ഇവിടെ ഒരു സബ്ജക്റ്റിനെ സിംഗുലാറും പ്ലൂറലും ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചേ, ഇത് ചെയ്യുന്നോട് എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം, എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം പ്ലൂറലാണ്. എസ്സിൽ അവസാനിക്കാത്ത സബ്ജക്റ്റ് സിംഗുലാർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ എസ് ഇട്ട് പറഞ്ഞാൽ മതി, ഇപ്പോൾ പ്ലൂറലാവും. എസ് ഇടാതെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാർ ആണ്. നോക്ക് എക്സാമ്പിള്, ബോയ്, അതേപോലെ ബോയ്സ്, ബോയ് ബോയ്സ്. കണ്ടോ, ബോയ് സിംഗുലാർ, ബോയ്സ് പ്ലൂറലാണ്. അപ്പൊ എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകൾ സിംഗുലാർ, സോറി പ്ലൂറല്, എസ്സിൽ അവസാനിക്കാത്തത് സിംഗുലാർ. മറക്കരുതേ, സബ്ജക്റ്റ് എസ്സിൽ അവസാനിച്ചാൽ പ്ലൂറൽ, എസ്സിൽ അവസാനിക്കാത്ത സബ്ജക്റ്റ് സിംഗുലാർ. പറഞ്ഞേ, പോസിറ്റീവ് ഡിഗ്രി, സോറി കമ്പാരറ്റീവ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഫസ്റ്റ് പാർട്ട് ഓക്സിലറി വെർബ് കമ്പാരറ്റീവ് ഡിഗ്രി. കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കേത്? ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്. പ്രത്യേകത പറഞ്ഞേ, ദാൻ എനി അതർ കഴിഞ്ഞിട്ട് സിംഗുലാറും ദാൻ ഓൾ അതർ കഴിഞ്ഞാൽ പ്ലൂറലുമായിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അത് വെച്ചിട്ട് സെന്റൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് കാണാതെ പറഞ്ഞേ, ബോഡി നോക്കാതെ ഒന്ന് പറഞ്ഞേ. കമ്പാരറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? ഫസ്റ്റ് പാർട്ട്, എല്ലാവരും ഉറച്ചു പറ, ബുക്കിൽ നോക്കാതെ പറഞ്ഞേ. ഫസ്റ്റ് പാർട്ട് ഓക്സിലറി വെർബ് കമ്പാരറ്റീവ് ഡിഗ്രി. കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കേതാണ്? ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ. ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്. ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സെന്റൻസ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം നോ അതർ. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് പാർട്ട്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് കമ്പാരറ്റീവ് ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്കേതാണ്? ദാൻ ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതണം കൂട്ടില്ലേ? എനി അതർ, എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട്, പ്ലസ് സെക്കൻഡ് പാർട്ട്. കണ്ടല്ലോ? ഇനി നിങ്ങൾ നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. നോ അതർ, നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ ക്ലവറസ് രാഹുൽ. ഇത് ഏത് ഡിഗ്രിയിലെ സെന്റൻസ് ആണ് കുട്ടികൾ? ആദ്യം നിങ്ങൾ അത് പറയാം. നോ അതർ തുടങ്ങുന്നത് പറഞ്ഞേ, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. പോസിറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. ഇനി പോസിറ്റീവ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയാണ്? നോ അതർ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് ഏതാണ്? സെക്കൻഡ് പാർട്ട്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ്, പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. അപ്പൊ നോ അതർ കഴിഞ്ഞിട്ട് കിടക്കുന്ന പാർട്ട് ഏതാണ് കുട്ടികളെ? സെക്കൻഡ് പാർട്ട്. അത് അതുപോലെ അങ്ങ് എഴുതി വയ്ക്കുക. സെക്കൻഡ് പാർട്ട്. ഈസ് എന്ന് പറയുന്നത് കുട്ടികളെ ഓക്സിലറി വെർബ്. ക്ലവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? പോസിറ്റീവ് ഡിഗ്രി. ഇനി രാഹുൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട്. ഇനി നിങ്ങൾ അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഏതാണ്? രാഹുൽ. എഴുതി രാഹുല്. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് ഏതാണ്? ഈസ്, രാഹുൽ ഈസ്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ക്ലവറിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്ട്? ക്ലവറർ.
അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ദാൻ. അത് കഴിഞ്ഞിട്ട് ദാൻ. എന്തൊക്കെ ചേർക്കാം? ഒന്നെങ്കിൽ എനി അതർ അല്ലെങ്കിൽ ആൾ അതർ. നമുക്കിപ്പോൾ എനി അതർ വെച്ചിട്ട് എഴുതി. എനി അതർ ദാൻ എനി അതർ. ഇനി സെക്കൻഡ് പാർട്ട് ഏതാണ്ടേ? എനി അതർ സെക്കൻഡ് പാർട്ട് ബോയ് ഇൻ ദി ക്ലാസ്. ഇത്രേ ഉള്ളൂ. എനി അതർ ബോയ് ഇൻ ദി ക്ലാസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? രാഹുൽ ഈസ് ക്ലെവറർ ദാൻ എനി അതർ ബോയ് ഇൻ ദി ക്ലാസ്. ഇനി നിങ്ങൾ ഇവിടെ എനി അതർ വരെ ആളതർ വെച്ചിട്ടാണ് എഴുതിയാലാ? ആളതർ ബോയ്ക്ക് വരെ എന്ത് എഴുതി കൊടുക്കുക? ബോയ്സ് ഇൻ ദി ക്ലാസ് എഴുതുക. ആളതർ കഴിഞ്ഞാൽ പ്ലൂറലാണ്. സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റിനെ പ്ലൂറലാക്കുക. ഒരു സബ്ജക്റ്റിനെ പ്ലൂറലാക്കാൻ പറഞ്ഞാൽ എസ് ഇട്ട് പറഞ്ഞാൽ മതി. ബോയ്സ് ഇൻ ദി ക്ലാസ്. ക്ലിയർ ആണല്ലോ? രാഹുൽ ഈസ് ക്ലെവറർ ദാൻ എനി അതർ ബോയ്സ് അല്ലെങ്കിൽ ബോയ് ഇൻ ദി ക്ലാസ്. അടുത്ത ചോദ്യം നോക്കിയേ. കോവളം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഐ ഹാവ് സീൻ. കണ്ടല്ലോ? ഇതിൽ ഏത് ഡിഗ്രി ലെസൺസ് ആണ്? മോസ്റ്റ് വരുന്നുണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ നോക്കിയേ, കോവളം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടാണ്. ഈസ് ഓക്സിലറി വെർബാണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ബീച്ച് ഐ ഹാവ് സീൻ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട്. ഓക്കെ. ഇനി എൻ്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞ് ആദ്യം എന്താണ്? ഫസ്റ്റ് പാർട്ട് എന്തെഴുതി? കോവളം. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ഓക്സിലറി വെർബ്. ഓക്സിലറി ഏതാണ്? ഈസ്. കോവളം ഈസ്. അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോസ്റ്റ് ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്? മോർ ബ്യൂട്ടിഫുൾ. മോർ ബ്യൂട്ടിഫുൾ. മോർ ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ അല്ലെങ്കിൽ ആൾ അതർ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നൂടെ? ദാൻ ഏതുമാണ് ചേർക്കാം? ദാൻ എനി അതർ. ദാൻ എനി അതർ. നിങ്ങൾ ആൾ അതർ ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ ബീച്ചിനെ മാറ്റിയിട്ട് ബീച്ചസ് ആക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. ദാൻ എനി അതർ സെക്കൻഡ് പാർട്ട് ബീച്ച് ഐ ഹാവ് സീൻ. ബീച്ച് ഐ ഹാവ് സീൻ. കിട്ടിയാ? അപ്പൊ നോക്കിയേ, കോവളം ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ ബീച്ച് ഐ ഹാവ് സീൻ എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ. മാംഗോ ഈസ് ദ സ്വീറ്റസ്റ്റ് ഫ്രൂട്ട്. മാംഗോ ഈസ് ദ സ്വീറ്റസ്റ്റ് ഫ്രൂട്ട്. കണ്ടല്ലോ? ഈ സെന്റൻസിനെ എന്തിലോട്ട് മാറ്റണം? പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണം. മാംഗോ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട്, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, സ്വീറ്റസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതേപോലെ ഏതാണ്? ഫ്രൂട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഏതാണ്? മാംഗോ. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി മാംഗോ ഈസ്. സ്വീറ്റിന്റെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? സ്വീറ്റർ. ഇനി കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ദാൻ എനി അതർ. എന്ത് ചെയ്യുന്നൂടെ? ഫ്രൂട്ട്. ദാൻ എനി അതർ സെക്കൻഡ് പാർട്ട് ഫ്രൂട്ട്. എങ്ങനെ കിട്ടും കുട്ടികളെ? മാംഗോ ഈസ് സ്വീറ്റർ ദാൻ എനി അതർ ഫ്രൂട്ട്. മാംഗോ ഈസ് സ്വീറ്റർ ദാൻ എനി അതർ ഫ്രൂട്ട്. ഇനി ആളതർ വെച്ചിട്ട് ചെയ്യല, ആളതർ ഫ്രൂട്ട്സ് എന്ന് എഴുതി കൊടുത്ത. ആളതർ ഫ്രൂട്ട്സ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. അക്ബർ വാസ് ദ മോസ്റ്റ് പവർഫുൾ എംപറർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി. അക്ബർ. നോക്കിയേ, അക്ബർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട്, വാസ് ഓക്സിലറി, അതേപോലെ മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, എംപറർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. പറഞ്ഞേ ഇതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് പാർട്ട് ഏതാണ്? അക്ബർ. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി ഏതാണ്? വാസ്. അക്ബർ വാസ്. സൂപ്പർലേറ്റീവ് ഫോമിൽ നിന്നും കമ്പാരിറ്റീവ് ഫോമിലോട്ട് മാറ്റി എഴുതിയേ. മോസ്റ്റ് ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? മോർ ബ്യൂട്ടിഫുൾ. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദാൻ എനി അതർ അല്ലെങ്കിൽ ആൾ അതർ. ദാൻ എനി അതർ. ദാൻ എനി അതർ എംപറർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി. സെക്കൻഡ് പാർട്ട് ഏതാണ്? എംപറർ. ഡൈനാസ്റ്റി. ഓക്കെ, കിട്ടിയോ? നോക്കിയ, അക്ബർ വാസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ എംപറർ ഓഫ് ഡൈനാസ്റ്റി. ഓക്കെ, എംപററിന്റെ ഫീമെയിൽ എന്താണെന്ന് അറിയാമോ വീട്ടിലെ? എംപ്രസ് എന്ന് പറയും കേട്ടോ. എംപറർ എംപ്രസ് എന്ന് പറയും കേട്ടോ. എംപറർ എംപ്രസ് ഓർമ്മയിലിരിക്കുക. ഓക്കെ, എംപറർ എംപ്രസ് ആണ് കേട്ടോ. എൻചാൻഡറിന്റെ ഫീമെയിൽ ഏതെന്ന് ചോദിച്ചാൽ എൻചാൻഡ്രസ് എന്ന് പറയും കേട്ടോ. എൻചാൻഡർ എൻചാൻഡ്രസ് എന്ന് പറയും. അടുത്ത് നോക്കിയേ, അടുത്ത ചോദ്യം.
നോ അതർ ബോയ് ഇൻ അവർ ഫാമിലി ഈസ് സോ യങ് അസ് രാഹുൽ. നോ അതർ ബോയ് ഇൻ അവർ ഫാമിലി ഈസ് സോ യങ് അസ് രാഹുൽ. ഇത് ഏത് ഡിഗ്രിയാണ്? പോസിറ്റീവ് ഡിഗ്രി തന്നിരിക്കുന്നു. ഇതിന്റെ കമ്പാരിറ്റീവ് ഫോം പറഞ്ഞേ. നോ അതർ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കേതാണ്? ബോയ് ഇൻ അവർ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് എന്ത് പാർട്ടാണ് കൂട്ടുക? സെക്കൻഡ് പാർട്ട്. നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് അല്ലേ? ഇപ്പൊ സെക്കൻഡ് പാർട്ട്. ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഇനി യങ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി ആണ്. രാഹുൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിന്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറഞ്ഞേ. എങ്ങനെ പറയാം? ആദ്യം ഫസ്റ്റ് പാർട്ട് ഏതാണ്? രാഹുല്. ഓക്സിലറി ഏതാ? ഈസ്. അത് കഴിഞ്ഞിട്ട് കമ്പാരിറ്റീവ് ഫോം ഏതാ? യങ്ങർ. രാഹുൽ ഈസ് യങ്ങർ ദാൻ എനി അതർ. രാഹുൽ ഈസ് യങ്ങർ ദാൻ എനി അതർ ബോയ്. എനി അതർ ബോയ് ഇൻ അവർ ഫാമിലി. ബോയ് ഇൻ അവർ ഫാമിലി. എങ്ങനെ എഴുതാടോ? രാഹുൽ ഈസ് യങ്ങർ ദാൻ എനി അതർ ബോയ് ഇൻ അവർ ഫാമിലി. ക്ലിയർ ആണോ? വളരെ എളുപ്പമാണ്. ഇപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഇക്വേഷൻ ഒന്ന് ഉറച്ചു പറഞ്ഞ് എന്നോടൊപ്പം എല്ലാവർക്കും ശരിയാവുന്നില്ലേ? ഇപ്പൊ ചോദ്യങ്ങൾ ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം എഴുതുക. അപ്പോൾ എഴുതുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ എഴുതിയെടുത്താലേ, നിങ്ങൾ എന്നോടൊപ്പം എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ പോരായ്മ എന്താണെന്നും അത് നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാക്കി നിങ്ങൾക്ക് തിരുത്തി എന്നോടൊപ്പം വരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായി വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എളുപ്പമില്ലെന്ന് വെച്ച് മിണ്ടാതിരിക്കും. പക്ഷെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് പിന്നീട് നോട്ട് എഴുതാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്നോടൊപ്പം തന്നെ ഇരുന്ന് കുറിച്ച് വെച്ച് വരണം. ഇപ്പോൾ രാഹുൽ എക്സാമ്പിൾ എല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതി വരണം. എഴുതിയിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ നോക്കണം. ചോദ്യം വരുമ്പോൾ പൗസ് ചെയ്ത് വയ്ക്കുക. പൗസ് ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ആൻസർ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ശരിയായോ എന്ന്. എവിടെയാണ് നിങ്ങളുടെ തെറ്റ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റൊന്ന് തിരുത്തുക. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. രാഹുൽ ഈസ് യങ്ങർ ദാൻ എനി അതർ ബോയ് ഇൻ അവർ ഫാമിലി. ക്ലിയർ ആണല്ലോ?